യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണവുമായി അമേരിക്കൻ വ്യോമസേന രംഗത്ത് വരികയാണ്. വൻ ആക്രമണത്തിന് തുടക്കമിട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം തുടരുന്ന സാഹചര്യത്തിലാണ് US നടപടി വന്നിരിക്കുന്നത്. തലസ്ഥാനമായ സനായിലാണ് വ്യോമാക്രമണം നടക്കുന്നത്. ആക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടെന്നും 9 പേർക്ക് പരിക്കേറ്റെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ ഉടൻ അവസാനിപ്പിക്കണമെന്നും ട്രംപ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കൻ കപ്പലുകൾ അടക്കം ആക്രമിച്ചിട്ടുണ്ട്. ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വൻ തിരിച്ചടിയാണ് ഹൂതികൾക്ക് ഉണ്ടാകുന്നതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ രണ്ടാം തവണ US പ്രസിഡന്റായ ശേഷം മധ്യപൂർവ്വ ദേശത്ത് US നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണിത്. 2023 നവംബർ മുതൽ കപ്പലുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് 100-ലധികം ആക്രമണങ്ങൾ ഹൂതികൾ നടത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഇസ്രായേലിന്റെ കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കുന്നതെന്നാണ് ഹൂതികളുടെ വിശദീകരണം. US-നെ ഇറാൻ ഭീഷണിപ്പെടുത്തിയാൽ തുടർന്നുള്ള ഭവിഷ്യത്തുകൾക്ക് ഇറാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനുമായി ആണവ കരാറിനെ കുറിച്ച് ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഇറാന് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വരുന്നത് എന്നത് മറ്റൊരു കാര്യവുമാണ്. ചെങ്കടലിലെ ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നുള്ള യുദ്ധവിമാനങ്ങളാണ് സനയിൽ ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. യമനിൽ ഉടനീളമുള്ള വലിയ ഓപ്പറേഷന്റെ തുടക്കമാണിതെന്ന് മിഡിൽ ഈസ്റ്റിൽ സൈനിക മേൽനോട്ടം വഹിക്കുന്ന US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുകയും ചെയ്തു. ഹൂതി ശക്തി കേന്ദ്രത്തിലെ ഒരു കെട്ടിടത്തിന് നേരെയാണ് വ്യോമാക്രമണം ഉണ്ടായതെന്നും സനയിൽ നിന്നുള്ളവർ വ്യക്തമാക്കി. പ്രദേശത്തെ വിറപ്പിക്കുന്ന തരത്തിൽ ഒരു ഭൂകമ്പത്തിന് തുല്യമായ സ്ഫോടനമാണ് ഉണ്ടായതെന്ന് പ്രദേശവാസിയെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുന്നുവെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ ആക്രമണമെന്നത് വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റതിനു ശേഷം മധ്യപൂർവ്വ ദേശത്ത് US നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണിത്. ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സായുധ സംഘമായ ഹൂതികൾ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ ലക്ഷ്യമായ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. 2023 നവംബർ മുതൽ കപ്പലുകൾ ലക്ഷ്യമാക്കി ഹൂതികൾ 100-ലധികം ആക്രമണം നടത്തി കഴിയുകയും ചെയ്തു. ഇതോടെ മേഖലയിലൂടെയുള്ള വ്യാപാരം പല രാജ്യങ്ങളും നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഗസയിലേക്കുള്ള ട്രക്കുകൾ തടഞ്ഞ ഇസ്രായേലിനെതിരെ കപ്പലാക്രമണം പുനരാരംഭിക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. 4 ദിവസത്തിനകം ഭക്ഷ്യ മരുന്ന് ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്നായിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നത്. 4 ദിവസം കഴിഞ്ഞതോടെ യമൻ തീരം വഴി സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് ലൈനുകളെല്ലാം ആശങ്കയിലാണ്. 1ാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മാർച്ച് 2 മുതൽ ഗാസക്കാരെ പട്ടിണിക്കിട്ടിരിക്കുകയായിരുന്നു ഇസ്രായേൽ. പുറമേ നിന്നുള്ള ഭക്ഷ്യസഹായ ട്രക്കുകളെ ഗാസയിലേക്ക് വിടുന്നില്ല. ഇത് അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ ഗാസയിലേക്ക് പോകുന്ന കപ്പൽ ആക്രമിക്കുമെന്നായിരുന്നു ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. മുന്നറിയിപ്പ് സമയം കഴിഞ്ഞതോടെ ഹൂതികൾ ആക്രമണം നടത്തിയേക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. 2023 നവംബർ മുതൽ ഗാസക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ 100-ലേറെ ആക്രമണം കപ്പലുകൾക്ക് നേരെ നടത്തിയിട്ടുണ്ട്. ഇതിൽ 2 കടലിൽ മുക്കി. മറ്റൊന്നിനെ ആക്രമണത്തിൽ കപ്പൽ പിടിച്ചെടുത്ത് 4 പേരെ വധിക്കുകയും ചെയ്തു. അന്നു മുതൽ സ്തംഭിച്ച ഏതൻ കടലിടുക്ക് വഴി ബാബ് അൽ മദ്ദബ് വഴി പ്രവേശിച്ച് സൂയിസ് കനാൽ വഴി യൂറോപ്പിലേക്ക് പോകുന്ന പാത ഇതുവരെ പഴയപടി ആയിട്ടില്ല. കപ്പലുകൾ ഈ റൂട്ട് വഴിയെ ആഫ്രിക്കയിലെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ദിവസങ്ങൾ അധികം യാത്ര ചെയ്താണ് സഞ്ചരിച്ചിരുന്നത്. ജിദ്ദ പരമാവധി ഒഴിവാക്കി കിഴക്കൻ പ്രവിശ്യ വഴിയാണ് സൗദി അന്ന് ഷിപ്പിംഗ് ലൈനുകൾ പ്രവർത്തിപ്പിച്ചിരുന്നത്. വൻ വിലയേറ്റം ഇത് സൃഷ്ടിക്കുകയും ചെയ്തു. വെടിനിർത്തൽ വന്നതോടെ ചില ഷിപ്പിംഗ് ലൈനുകൾ വീണ്ടും സൂയിസ് കനാൽ വഴി യാത്ര തിരിച്ചിരുന്നു. ഹൂതികളുടെ പുതിയ പ്രഖ്യാപനത്തോടെ ഇവർ വീണ്ടും ആശങ്കയിലാണ്. GCC രാജ്യങ്ങളും ഇത് ബാധിക്കാനുള്ള സാധ്യതകളേറും.